രത്തൻ കേൽക്കർ ആരാണ്? വി ഡി സതീശന്റെ ആരൊക്കെയാണ് ഇപ്പൊ അല്ലെ? നമ്മുടെ കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷനായിരുന്നു പണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബംഗാളിൽ ഏതോ ഒരു ഇലക്ഷൻ കമ്മീഷനെ ആരോ എടുത്തുകൊണ്ട് ഇരുത്തിയതിന് അദ്ദേഹം ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വി ഡി സതീശൻ ഈ പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ പറഞ്ഞ വാക്കുകളാണ്. കേട്ടു വെക്കുക, എന്താണ് കണ്ട. SIR മുതൽ പല വിഷയങ്ങളിലും അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതാണ്. ഈ വിമർശനങ്ങളെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ചുമതല സതീശൻ സെക്രട്ടറി പദവിയിലൂടെ രത്തൻ കേൽക്കർക്ക് നൽകുന്നത്. വി ഡി സതീശന്റെ പഴയ ചില പ്രസ്താവനകളോട് നോക്കാം. കേരളത്തിൽ എല്ലാ വർഷവും അടിച്ചേൽപ്പിക്കാൻ മനഃപൂർവ്വം അതായത് സത്യസന്ധവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടിക കളങ്കിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ചെറുക്കും. ഞങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് എല്ലാവരും ആലോചിക്കും. നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള BJPയുടെ തന്ത്രമാണ്. എന്തിനാണ് വോട്ടർ പട്ടിക 2002 പോകുന്നത്? 52 ലക്ഷം പേരുടെ വോട്ട് ചേർക്കേണ്ടി വരും. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഇനി എത്ര ശ്രമകരമായ കാര്യമാണ്. എത്ര അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോകും. 52 ലക്ഷം പേരുടെ ഇനി ചേർക്കാനുള്ളവരുടെ കൂടാതെ 52 ലക്ഷം പേർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 23 വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതാകുന്ന മായാജാലമാണ് SIR എന്ന് പറയുന്നത്. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഇത് മാത്രമല്ല, തപാൽ ബാലറ്റുകളുടെ കാര്യത്തിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ വി ഡി സതീശൻ ഉന്നയിച്ചു. ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് വലിയ നിയമ പോരാട്ടത്തിനടക്കം ഒരുങ്ങുകയാണ്. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് സംസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഈ ചുമതലകളെല്ലാം നിറവേറ്റുന്നു എന്ന് തന്നെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ രത്തൻ കേൽക്കർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ BJPക്ക് വേണ്ടിയുള്ള അട്ടിമറിയാണെങ്കിൽ അതിനെ തൊടാതെ വിഴുങ്ങിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നോ രത്തൻ കേൽക്കർ? അതോ അദ്ദേഹം കൂടി ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചതാണോ? രണ്ടിലേതാണെന്നുള്ള അറിയില്ല. എന്തായാലും ഇതിനു മുമ്പ് നളിനി നെറ്റോയും PJ തോമസും ഒക്കെ ചീഫ് ഇലക്ടർ ഓഫീസർമാരായിരുന്നതിന് ശേഷം ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൽ അധികാരമേറ്റ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെയും വിമർശിച്ച ശേഷം അതേ ഉദ്യോഗസ്ഥരെ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്നതിനകത്തുള്ള ഒരു ഇംപ്രോപ്രൈറ്റിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നിലപാടിന്റെ വൈരുദ്ധ്യമാണ് ഇടതുപക്ഷവും BJPയും ചോദ്യം ചെയ്യുന്നത്. കോൺഗ്രസ് സമാനമായ തീരുമാനം ബംഗാളിൽ ഉണ്ടായതിനെ രാഷ്ട്രീയമായി വിമർശിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇതിന് പ്രാധാന്യവും അല്ലെങ്കിൽ ഇതിലെ പ്രതികരണങ്ങളും. എങ്ങനെ സാധിക്കുന്നടാ ഇതൊക്കെ? അപ്പോ ഈ പറയുന്ന മനുഷ്യനെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം കേട്ടാ. പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒരു പകുതി 50% ഒന്ന് നടത്തി കാണിക്കാനും നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് അടിമകളായ ആളുകൾ വന്ന് തെറി വിളിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ വിളിച്ചു പറഞ്ഞതൊന്നും നുണയല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണെന്നുള്ളതാ. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ വീട്ടുകാരെ ഇവർ വിളിക്കുന്ന ഭാഷയിൽ എന്നെ തെറി വിളിക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങൾ വിളി, കാരണം വീട്ടിൽ തന്തയും തള്ളയും വിളിക്കുന്നത് തന്നെയല്ലേ എന്നെയും നിങ്ങൾ വിളിക്കുന്നത്. അഭിമാന പുളകിതനായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുക, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള എന്താ വെച്ചാലേ, നിലവിൽ പിണറായി വിജയനെ താഴ്ത്തിക്കെട്ടാൻ കഴിയുന്ന ഇത്തരം രീതിയിലുള്ള നുണപദങ്ങൾ അധികം കയ്യിൽ കിട്ടാനില്ല. അതപ്പോ ഞാൻ ആലോചിക്കുന്നത്, നുണേശൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വരികയാണേ, ഒന്ന് കഴിഞ്ഞ്. ഇവിടെ പിണറായി വിജയനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിയുടെയും അതേപോലെ തന്നെ ഈ പറയുന്ന വി ഡി സതീശൻ സാറുടെയും ആണ് ഇത്തരം വീഡിയോസ് കാണാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടെന്ന് അയച്ചു തരണം കേട്ടാ, ഞാൻ അത് റിയാക്ട് ചെയ്യാം. നമ്മൾ സത്യസന്ധമായി വീഡിയോ ചെയ്യണ്ടേ? അപ്പൊ സുലാൻ ഉണ്ട് കേട്ടോ. പിന്നെ ചില ആളുകളൊക്കെ നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ളത് സത്യസന്ധമായി വീഡിയോ ചെയ്യുന്നുള്ള വിശ്വാസം കണ്ട, അത് ഞാൻ കളങ്കപ്പെടുത്തില്ല. നമ്മൾ നിഷ്പക്ഷനാണെങ്കിൽ നിഷ്പക്ഷൻ തന്നെ. പക്ഷേ BJPക്കാർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഇതിനേക്കാൾ ഉറക്കെ ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറയും. അപ്പൊ വീണ്ടും വരാൻ കേട്ടാ സുലാൻ.